6. Develop self-discipline techniques. Number 1. Delayed gratification. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെ അലസനും മടിയനുമാക്കി മാറ്റുന്ന പല കാര്യങ്ങളെയും ഒഴിവാക്കാനായി പരിശ്രമിക്കുക. ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായി ഉടനടി പ്രതിഫലം വൈകിപ്പിക്കുന്നത് പരിശീലിക്കുക. ചെറിയ പ്രലോഭനങ്ങളെ ചെറുക്കുക തുടങ്ങിയ വ്യായാമങ്ങളിലൂടെ ഇത് പരിശീലിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, ചെറിയ ചില യാത്രകൾക്ക്, അതായത് നിങ്ങളുടെ വീടിനടുത്തു നിന്നും തൊട്ടടുത്തുള്ള കടകളിലേക്കോ മറ്റോ പോകുന്നതിന് കാറുകളോ ബൈക്കുകളോ യൂസ് ചെയ്യുന്നതിന് പകരം ഒറ്റയ്ക്ക് അതുവരെ നടന്നു പോകാനായി ശ്രമിക്കുക. മൊബൈൽ ഫോണിൽ ഗെയിംസ് കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇൻവോൾവ് ആകുന്ന, നിങ്ങളുടെ ബോഡിയെ ആക്റ്റീവായി നിലനിർത്തുന്ന സ്പോർട്സോ ആക്ടിവിറ്റീസോ ചെയ്തു നോക്കാനായി പരിശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റൻറ്റ് പ്ലഷർ നൽകുന്ന വീഡിയോസും റീൽസുമെല്ലാം കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്തുള്ള ആളുകളുമായി സംസാരിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, കൂടുതൽ അറിവുകൾ ശേഖരിക്കുക, പ്രകൃതിയുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായി യൂസ് ചെയ്യുക. സോ ഇത്തരത്തിൽ ഇൻസ്റ്റൻറ്റ് പ്ലഷർ നൽകുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും നിങ്ങളുടെ സമയവും എഫേർട്ടും വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സന്തോഷവും സമാധാനവും നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാനും അതിനുവേണ്ടി നിങ്ങളുടെ സമയവും എഫേർട്ടും നൽകാനും ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടൈം ലൂപ്പിൽ നിന്നും രക്ഷപ്പെടാനും നിങ്ങളുടെ അലസതയും മടിയും മാറ്റിയെടുക്കാനും കൂടുതൽ എനർജറ്റിക്കായി മാറാനും സാധിക്കും. പോയിന്റ് നമ്പർ 2. സെൽഫ് മോണിറ്ററിങ്. ഒരു ജേർണൽ സൂക്ഷിക്കാനായി ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഓരോ ദിവസവും അത് സ്റ്റാർട്ട് ചെയ്തതും അതിലുണ്ടായ പുരോഗതികളും അതിലുണ്ടായ മാറ്റങ്ങളും നിങ്ങൾ അനുഭവിച്ച ഓരോ നിമിഷങ്ങളും അത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസും അതിൽ എഴുതി വെക്കാനും ഇതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാനും നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത പല മൊമെൻറ്റുകളും തിരിച്ചറിയുകയും അത്തരം എക്സ്പീരിയൻസുകളിൽ നിന്നും പലതും പഠിക്കാനും പല മാറ്റങ്ങളെയും ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഇതാദ്യം ഒരുപാട് അരോചകമുണ്ടാക്കുന്ന, ഒരുപാട് ബോറിംഗ് ആയിട്ടുള്ള കാര്യമായി തോന്നുമെങ്കിലും ഇത് സത്യത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ എക്സൈറ്റ്മെൻ്റ് ആക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാനായി ഇത് നിങ്ങളെ സഹായിക്കും. ഒരു പക്ഷേ ഇന്നുള്ള നിങ്ങൾ പഴയ നിങ്ങളെക്കുറിച്ച്, അതായത് ചെറുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു 10-20 വർഷം മുൻപുള്ള നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണമെന്നോ ഏതെല്ലാം കാര്യങ്ങളാണ് പണ്ട് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമായി മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? സോ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് എത്തരത്തിലാണോ ചിന്തിക്കുന്നത് അതിനേക്കാൾ ഡീപ്പായി അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കാൻ ജേർണലിംഗ് എഴുതുന്നതിലൂടെ, അത് സൂക്ഷിച്ച് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. സോ അഥവാ ജേർണലിംഗ് എഴുതാനായി നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ നിങ്ങളുടെ പുരോഗതികളെ ട്രാക്ക് ചെയ്യുന്ന ഉൽപാദനക്ഷമതയുടെയും കാലതാമസത്തിൻ്റെയും പാറ്റേണുകളെ തിരിച്ചറിയുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കാനായി ശ്രമിക്കുക. സോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വഴി ചൂസ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. സ്റ്റെപ്പ് 7. ഇംപ്രൂവ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്. പോയിന്റ് 1. റെഗുലർ എക്സസൈസ്. ഡെയിലി എക്സസൈസ് ചെയ്യുന്നതിലൂടെ, ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ ഇത് നിങ്ങളുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്തെടുക്കാനും സഹായിക്കും. സോ ഇത് നിങ്ങളെ കൂടുതൽ ഡിസിപ്ലിനോട് കൂടിയ ഒരു വ്യക്തിയായി നിലനിൽക്കാനായി സഹായിക്കും. പോയിന്റ് 2. ഹെൽത്തി ഡയറ്റ്. പ്രോപ്പർ ന്യൂട്രീഷ്യൻസ് ലഭിക്കുന്ന ആഹാരങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെയും ഊർജത്തെയും നിലനിർത്താനായി സഹായിക്കുന്നതാണ്. നമ്പർ 3. സ്ലീപ്പ്. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായി ഉറക്കവും വ്യായാമവും ഡയറ്റുമെല്ലാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്ന് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. സോ ഇത്തരം കാര്യങ്ങളെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാനായി ശ്രമിക്കുക. സ്റ്റെപ്പ് 8. മൈൻഡ് സെറ്റ് ആൻഡ് മോട്ടിവേഷൻ. പോയിന്റ് 1. ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, നെഗറ്റീവായ ചിന്താഗതിയും പോസിറ്റീവായ ചിന്താഗതിയും ഉണ്ട്. സോ അതുപോലെ തന്നെ ഗ്രോത്തായ മൈൻഡ് സെറ്റും ഉണ്ട്, വീക്കായ മൈൻഡ് സെറ്റും ഉണ്ട്. അതായത് നമ്മൾ എത്തരത്തിൽ ചിന്തിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങളെപ്പോഴും കംഫോർട്ട് സോണിനുള്ളിലിരുന്നു കൊണ്ട് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവായ കാര്യങ്ങളെ കാണാനും അതുപോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കില്ല.
സോ പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാനും ശ്രമിക്കുക. അതായത് ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇതിനെയെല്ലാം വെല്ലുവിളികളായി ഏറ്റെടുക്കുകയും ഒരു ഭീഷണി മനോഭാവത്തോടെ നോക്കി കാണുകയും ചെയ്യുന്ന മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കില്ല. സോ എല്ലാ തരത്തിലും നെഗറ്റീവായി ചിന്തിക്കുന്ന, എല്ലാത്തിനോടും ഒരു പിന്തിരിപ്പൻ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. കാര്യങ്ങളെ പോസിറ്റീവായി തിങ്ക് ചെയ്യാനും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക. അതായത് വെല്ലുവിളികളെ ഭീഷണിയേക്കാൾ വളരാനുള്ള അവസരങ്ങളായി സ്വീകരിക്കുക. ഇത് നിങ്ങളിലുള്ള പ്രതിരോധശേഷിയും സ്ഥിരോത്സാഹവും ഉയർത്തിക്കൊണ്ടുവരാനും കൂടുതൽ വളർത്തിയെടുക്കാനും സഹായിക്കും. നമ്പർ 2, വിഷ്വലൈസ് സക്സസ്. നിങ്ങൾ എന്ത് നേടിയെടുക്കാനാണോ അതീവമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം നേടിയെടുക്കുന്നതായി ഡെയിലി വിഷ്വലൈസ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമെല്ലാം നിറവേറ്റുന്നതായി, അതിനെ സ്വന്തമാക്കുന്നതായി സ്വയം ഇമാജിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുമെന്ന ശുഭാപ്തി വിശ്വാസവും അത് നേടിയെടുക്കാനുള്ള ആഗ്രഹവും വളർത്തിയെടുക്കാനും സാധിക്കും. സോ ഇത് നിങ്ങളെ വർക്കിൽ കൺസിസ്റ്റൻ്റായി നിലനിൽക്കാനായി സഹായിക്കും. സ്റ്റെപ്പ് 9, പ്രൊഫഷണൽ ടൂൾസ് ആൻഡ് റിസോഴ്സസ്. നമ്പർ 1, പ്രൊഡക്ടിവിറ്റി ആപ്സ്. നിങ്ങളുടെ ടാസ്കുകളും ഡെഡ് ലൈനുകളും ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിന് ട്രെല്ലോ, അസാന, ടുഡോയിസ്റ്റ് ഇത്തരത്തിലുള്ള ആപ്പുകൾ യൂസ് ചെയ്യാനായി ശ്രമിക്കുക. നമ്പർ 2, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. പുതിയ പല കഴിവുകളും ഉണ്ടാക്കിയെടുക്കുന്നതിന്, പല ഉൾക്കാഴ്ചകളും നേടിയെടുക്കുന്നതിന് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചും പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചുമുള്ള വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഓൺലൈൻ കോഴ്സുകൾ എന്നിവയിൽ പങ്കെടുക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ അറിവും നോളജുമെല്ലാം വളർത്തിയെടുക്കാനായി ശ്രമിക്കുക. സ്റ്റെപ്പ് 10, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. നമ്പർ 1, റിഫ്ലക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന എല്ലാ മാറ്റങ്ങളിലും ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങളിൽ കൂടുതൽ പ്രോഗ്രസീവ് ഉണ്ടാക്കിയതെന്നും നിങ്ങളിൽ യാതൊരു രീതിയിലും പ്രോഗ്രസ് ഉണ്ടാക്കാത്ത ശീലങ്ങൾ ഏതാണെന്നും മനസ്സിലാക്കാനായി ശ്രമിക്കുക. സോ ഇത്തരത്തിൽ ഫ്ലെക്സിബിളായി നിലനിൽക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ പ്രോഗ്രസ്സുകൾക്കും അനുസരിച്ച് പല കാര്യങ്ങളെയും മാറ്റാനും ഒഴിവാക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ മാറ്റങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അല്ലാത്തവയെ ഒഴിവാക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളുടെ ശീലങ്ങളെയും നിങ്ങളുടെ പ്രയോറിറ്റികളെയും ചേഞ്ച് ചെയ്യുകയും മാറ്റം വരുത്തേണ്ടവയെ മാറ്റുകയും തിരുത്തുകയും ചെയ്യുക. നമ്പർ 2, സെലിബ്രേറ്റ് സ്മാൾ വിൻസ്. മോട്ടിവേറ്റഡായി നിലനിൽക്കാനായി നിങ്ങളുടെ യാത്രയിൽ ചെറിയ ചില വിജയങ്ങളെപ്പോലും കണ്ടെത്താനായി ശ്രമിക്കുക. അത്തരം വിജയങ്ങളെ എത്ര ചെറുതാണെങ്കിലും സ്വയം അഭിനന്ദിക്കാനും ആഘോഷിക്കാനും ശ്രമിക്കുക. ഇത്തരം സ്വയം പ്രശംസയും അംഗീകാരവും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി മാറുന്നതായിരിക്കും.